നിങ്ങൾ നോക്കൂ, ഒരു കുഞ്ഞ് ജനിച്ചാൽ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന കുടുംബങ്ങളിലും ആ കുഞ്ഞ് വളർന്നു വരുന്ന അന്തരീക്ഷം എങ്ങനെയുള്ളതാണ്? കൊച്ചുകുട്ടികൾ ഭക്ഷണം കഴിക്കാതെ വാശി പിടിച്ച് കരയുന്ന സമയത്ത് ഏതാണ്ട് സർവ്വസാധാരണമായി കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കാർട്ടൂൺ ചാനലല്ലേ? അത് കാണിച്ചു കൊടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ തത്തുല്യമായ മറ്റെന്തെങ്കിലും മൊബൈൽ ഫോണിലോ ടിവിയിലോ കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. പണ്ട് ടെലിവിഷനും മൊബൈൽ ഫോണും അത്ര സർവ്വസാധാരണമല്ലാതിരുന്ന കാലത്തൊരു പക്ഷേ മറ്റു മാർഗങ്ങളാവും അമ്മമാർ ആശ്രയിച്ചിട്ടുണ്ടാവുക. കുഞ്ഞിനെ എടുത്ത് മുറ്റത്തൂടെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ തൻ്റെ ചുറ്റുമുള്ള വൃക്ഷങ്ങളും ചെടികളും പൂക്കളും കാറ്റും മഴയും ഒക്കെ കാണുകയോ അറിയുകയോ ചെയ്യാനൊരു അവസരം കിട്ടിയിട്ടുണ്ടാവാം. രാത്രി കുഞ്ഞിനെയും എടുത്ത് മുറ്റത്ത് ഉലാത്തുമ്പോൾ ആകാശം കണ്ടിട്ടുണ്ടാവാം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മുന്നത് കണ്ട് വിസ്മയിച്ചിട്ടുണ്ടാവാം. നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളിൽ എത്ര പേർ ആകാശം കണ്ടിട്ടുണ്ട്? എത്ര പേർ പൂക്കളും ചെടികളും പക്ഷികളും അവർക്ക് പരിചിതരായ ചെടികളും പക്ഷികളും പൂക്കളും ഒക്കെ ഉണ്ട്? നിങ്ങളുടെ കുട്ടിക്ക് എത്ര പക്ഷികളുടെ പേര് പറയാൻ കഴിയും? നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്ന് കുട്ടിയോട് ചോദിക്കൂ. ഒരു കടലാസിൽ അറിയുന്ന പക്ഷികളുടെ പേരെഴുതാൻ പറയും, അറിയുന്ന പൂക്കളുടെ പേര്. ആ എണ്ണം കുറഞ്ഞിരിക്കുന്നതിൻ്റെ ഏക ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്, ആ കുട്ടിയല്ല. അങ്ങനെ പക്ഷികളെയും പൂക്കളെയും ശ്രദ്ധിക്കുമ്പോഴാണ് ഇടയ്ക്ക് വെച്ച് ചിലത് അപ്രത്യക്ഷമായി എന്ന് മനസ്സിലാക്കാനാവുക. വീട്ടിൽ കാർട്ടൂൺ ചാനൽ കാണിച്ച് ഭക്ഷണം കൊടുത്ത് നല്ലതുപോലെ ആരോഗ്യമുള്ളവനായി ഉള്ളവളായി കുഞ്ഞു വളർന്ന് സ്കൂളിൽ ചേർന്ന് കഴിയുമ്പോൾ നാം മുറ്റത്തു നിന്ന് തന്നെ സ്കൂൾ ബസ്സിൽ കയറ്റി കുട്ടിയെ സ്കൂളിലേക്ക് അയക്കും. ആ ബസ് ഗേറ്റ് കടന്ന് ക്ലാസ് മുറിയുടെ മുന്നിൽ തന്നെ പോയി നിൽക്കും. വീട്ടിൽ നിന്ന് സമീപത്തുള്ള സ്കൂളിലേക്ക് നടന്നു പോകുന്ന എത്ര കുട്ടികളുണ്ട്? ആ നടത്തം ആ കുഞ്ഞിൻ്റെ മാനസിക വളർച്ചയിൽ, വ്യക്തിത്വ രൂപീകരണത്തിൽ വരുത്തുന്ന പങ്ക് എത്ര വലുതാണ്? ആ നടത്തത്തിനിടയിൽ രൂപപ്പെട്ടു വരുന്ന സൗഹൃദങ്ങൾ, കാണുന്ന കാഴ്ചകൾ, ഉറുമ്പുകൾ വരി വരിയായി നടന്നു പോകുന്നത് എന്തുകൊണ്ട് എന്ന് ക്ലാസ്സിലെ ടീച്ചറോട് ചോദിക്കണമെങ്കിൽ ഉറുമ്പിനെ കാണണം. ഉറുമ്പുകൾ വരി വരിയായി നടന്നു പോകുന്നത് കണ്ട എത്ര കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ട്? അപ്പോൾ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് സ്കൂളിലേക്ക് അയക്കുന്ന ഒരു പാർസലാണ് കുട്ടികളിൽ മഹാഭൂരിപക്ഷം. തിരിച്ചുത്തരവാദിത്വത്തോടെ സ്കൂളിൽ നിന്ന് ഒരു മടക്ക പാർസൽ വീട്ടിലേക്കും വരും. വീട്ടിനകത്ത് സുരക്ഷിതമായ വീടും നല്ല സൗകര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങേണ്ട അത്യാവശ്യങ്ങളില്ല, വീടിനകത്ത് തന്നെ വളരുകയും ചെയ്യും. ഇങ്ങനെ ഒരു തലമുറ വളർന്നു വരുന്നത് അതിൻ്റെ ഏക ഉത്തരവാദികൾ രക്ഷിതാക്കളാണ്, ഇന്നത്തെ രക്ഷിതാക്കളാണ്. ബാല്യത്തിൻ്റെ സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായ ഒരു തലമുറയാണ് ഇന്നത്തെ രക്ഷിതാക്കൾ. പക്ഷേ ആ സൗഭാഗ്യങ്ങൾ വരും തലമുറയ്ക്ക് കൈമാറാൻ അവർക്ക് സാധിക്കാതെ പോയി. അങ്ങനെ അവരുടെ കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും മുരടിച്ചു പോയി എന്നതാണ് വസ്തുത.